ഞാനിവിടെ വടുതല LIC ഓഫീസിൽ ഒരു പോളിസി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേക്കും വിശന്നിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സമയമെടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ വിശന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ജോർജ് ഏട്ടൻ്റെ കടയുണ്ട്, അവിടെ വന്ന് കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീന്താലും ബ്രെഡും കൊണ്ട് തന്നു. അത് കഴിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. ഞാൻ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി, ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയായിരുന്നു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ വേറെ ഒന്നുമില്ലെന്ന് വെച്ചപ്പോഴത്തേക്കും ഇഷ്ടമുണ്ട്, പുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇഷ്ടവും പുട്ടും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അതും കൂടി കഴിച്ചു. വയറ് നിറയെ കഴിച്ചു, കാരണം സ്വാദിഷ്ടമായിരുന്നു. ഒന്നും പറയാനില്ല. പഴയ അമ്മൂമ്മ ഉണ്ടാക്കി തരുന്ന അതേ രുചിയിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വടുതല ജോർജിയേട്ടൻ്റെ പുട്ടുകടയിലാണ്. അതിൻ്റെ സാരഥിയായ ജോഫിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ജോഫിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചത്. ജോഫി, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഹാപ്പിയാണ് അല്ലേ? ഹാപ്പിയാണ്. ജോർജിയേട്ടൻ്റെ പുട്ടുകട അല്ലേ? അതെ. ഇത് എവിടെയായിട്ടാണ് ശരിക്കും? ഇത് വടുതല കോതേരി റോഡ് എന്ന് പറയും. ഈ റോഡിന്റെ പേര് കോതേരി റോഡ്. അത് വടുതല ബസ് സ്റ്റോപ്പ്. അതായത് വടുതല പള്ളിക്ക് മുമ്പുള്ള ബസ് സ്റ്റോപ്പ്. അപ്പോ ജോർജിയേട്ടന്റെ പുട്ടുകട അല്ലേ? ഈ ജോർജിയേട്ടന്റെ പുട്ടുകട എന്താണ് അങ്ങനെ പേരിടാൻ കേൾക്കുന്നത്? ഞാനിപ്പോ ഇത് തുടങ്ങിയിട്ട് 2.5 വർഷമായി. അതിനു മുമ്പ് ജോർജേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. പേരിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ച്. പിന്നെ ജോഫിക്ക് ഇങ്ങനെ ഒരു ആശയം, അതായത് നമ്മളിപ്പോ ഈ പുട്ടുകട ജോർജേട്ടന് ഏജ് ആയി. അപ്പൊ ജോർജേട്ടൻ പറഞ്ഞ് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ, ജോഫിനോട് ചോദിച്ചപ്പോ, അല്ല എല്ലാവർക്കും അങ്ങനെ ഒരു ധൈര്യം പറ്റില്ല. പക്ഷെ ജോഫി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോഫി ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി. ആദ്യം ഇച്ചിരി മടി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് വെച്ച് കഴിഞ്ഞാല് ഇത് ആദ്യമായിട്ടാണല്ലോ ഒരു ഹോട്ടൽ ബിസിനസ്. വീട്ടില് നമ്മൾ എത്ര ചെയ്തിട്ടും ഹോട്ടൽ തുടങ്ങുമ്പോ ഒരു ഇതുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ടെൻഷനായിരുന്നു. പിന്നെ കുറച്ച് നാള് പിടിച്ച് എനിക്കത് ഒരു 2-3 മാസമെങ്കിലും അതൊന്ന് റൂട്ടിലേക്ക് വരാനായിട്ട്. അപ്പൊ അങ്ങനെ അതങ്ങോട്ട് എന്നാ പിന്നെ അങ്ങ് മുന്നോട്ട് തന്നെ പോകാം അങ്ങനെ വിചാരിച്ച്. അപ്പൊ അതുപോലെ തന്നെ ജോഫി, ഇപ്പോ നമ്മുടെ ഇവിടുത്തെ ഞാനിപ്പോ 2 പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് കഴിച്ചു. ഇതിനായിട്ട് പ്രത്യേകത നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് ജോർജിയേട്ടൻ നേരത്തെ കൊടുത്തോണ്ടിരുന്നതും ജോർജേട്ടൻ തുടങ്ങിയിട്ട് 35 വർഷം. അപ്പോ ആ ജോർജിയേട്ടന്റെ ക്വാളിറ്റി തന്നെ അതായത് നമ്മൾ ഈ കട എടുത്തപ്പോഴേക്കും ജോർജേട്ടൻ തന്നെ കുറച്ച് ദിവസം നമ്മുടെ കൂടെ നിന്ന് നമുക്കെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ അത് ജോഫിക്ക് ശരിക്കും പറഞ്ഞൊരു എന്താ പറയാ ഹെൽപ്പായി. അതായത് നമുക്ക് ആ ഒരു ജോർജിയേട്ടൻ കൊടുത്ത ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് വളരെ അല്ലേ? അത് വളരെ ഹാപ്പിയാണ് ജോഫിക്കാണെങ്കിലും അല്ലേ? ജോഫി ഇപ്പൊ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം പുട്ടും പിന്നെ എന്തൊക്കെയാണ്? പുട്ടും സ്റ്റൂ, പിന്നെ പുട്ടും വിന്താലു, പിന്നെ റിബ്സ് ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം റിബ്സ്. അങ്ങനെ ഓരോ സ്പെഷ്യൽ മാറി മാറി. ബീഫ് ഫ്രൈ ഉണ്ട്. പിന്നെ നമ്മുടെ ബീഫ് കടയുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് സ്വന്തമായിട്ട് ഇറച്ചിക്കടയുണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ രാവിലെ എല്ലാ ദിവസവും അവിടെ നിന്ന് തന്നെ അവര് ബീഫ് സപ്ലൈ ചെയ്യും. തൊട്ടപ്പുറത്ത് തന്നെ അപ്പുറത്തെ റോഡില്. അപ്പൊ ചില ആൾക്കാർക്ക് ഈ പുറത്ത് പോയി പോട്ടി കഴിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇത് വീക്ക്നെസ് കുറവായി. ഇതിപ്പോ നമ്മള് വേറെ കെമിക്കലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് അവിടെ ഇത് ഇവര് റെഡിയാക്കി എടുക്കണത്. അപ്പൊ അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഡെയിലി രാവിലെ കൊണ്ടുവന്ന് എത്തിക്കും. പിന്നെ നമ്മള് ചേച്ചിയും കൂടി തന്നെയാണ്. ഒരു ചേച്ചിയും കൂടി ഉണ്ട് കൂടെ. ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ ഇവിടുത്തെ മെയിൻ താരമാണ് അല്ലേ? അല്ല, നമ്മള് വരുന്ന കസ്റ്റമർ ശരിക്കും പറഞ്ഞ അവര് തൃപ്തിപ്പെടുത്തണം അല്ലേ? ഇപ്പൊ നമ്മള് കൂടുതൽ പബ്ലിസിറ്റി ഇല്ല. നമ്മള് വന്ന് കഴിച്ചു പോകുന്ന ആൾക്കാർ പബ്ലിസിറ്റിയാണ്.
കൂടുതലില്ല. എന്ത് തോന്നുന്നു ഇപ്പൊ ഒരു 2 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടോണേല് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കിത് പറ്റോ ഇല്ലെന്ന് അറിയില്ലല്ലോ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതെ, പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ മുന്നോട്ട് വന്നെന്നാണ് എനിക്ക് തോന്നണത്. അല്ല ഇപ്പൊ ശരിക്കും നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. ജോബി ആദ്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ സംസാരിക്കാം എന്നല്ലേ, പക്ഷെ ഒരു കംഫർട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ ഇപ്പോ ഇത് കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഇവിടെ വന്നതിനെങ്കിൽ വളരെ ചെറിയൊരു ഷോപ്പാണ്, ഒരു റെസ്റ്റോറന്റ് അല്ലേ. അവിടെ 4 മണി തൊട്ട് അല്ലേ, 4 മണി തൊട്ട് 9 മണി വരെ. പക്ഷെ ആ ടൈമിൽ കഴിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, ദൂരെ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാറുണ്ട്. പിന്നെ പറഞ്ഞു കേട്ട് വേറെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ വരും. ഇപ്പം ജോഫി 2.5 വർഷമായിട്ട് ഇപ്പൊ ഇവിടെ സ്ഥാപനം നടത്തിക്കുന്നു അല്ലേ. ഈ 2.5 വർഷം നടത്തിയിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? അതിപ്പോ കസ്റ്റമേഴ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് പറയും അടിപൊളിയായിട്ടുണ്ട്, ജോർജേട്ടൻ്റെ അതേ ടേസ്റ്റ് ഉണ്ട്, ജോർജേട്ടൻ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പൊ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിയാണ്. അതെ, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റണത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മളിപ്പോ 4 മണി തൊട്ട് 9 മണി വരെ അല്ലേ. ഇപ്പൊ അധികം സ്റ്റാഫ് ഒന്നുമില്ല. ചേച്ചി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചി കൂടെ ഉണ്ട്. അതെ, അപ്പൊ ചേച്ചിന് എത്രത്തോളമാണ്? ചേച്ചി എത്ര വർഷങ്ങളായിട്ടുള്ളതാണോ ഇവിടെ? ആദ്യം വേറെ 2 പേരായിരുന്നു. പിന്നെ അവർക്ക് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായപ്പോഴേക്കും ദൂരെ ഇതുണ്ടല്ല, അവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് ചെറുതായിട്ട് വന്ന് 2 പേരാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബ്രദറിന്റെ വൈഫും കൂടിയായിരുന്നു. അന്ന് ഞങ്ങൾ 3 പേരും കൂടിയായിരുന്നു ഇതിങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്തത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരാൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു, പിന്നെ ഒരാൾക്ക് വരാനും പറ്റാത്തൊരു ഇത് വന്നപ്പോഴേക്കും ഞാൻ വേറെ ആളെ അന്വേഷിച്ച് നമുക്ക് വേഗം തന്നെ ചേച്ചിനെ കിട്ടി. അതെ, അപ്പോൾ നമ്മള് ഇപ്പൊ നമ്മൾ 2.5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു അല്ലേ. ഫ്യൂച്ചർ ഇതിങ്ങനെ മുന്നോട്ട് തന്നെ പോകണം, കുറച്ചുകൂടി നന്നായിട്ട് പോകണം എന്നാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ്സ് അല്ലാതെ നമ്മൾ ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും കേക്കിന്റെ ഒരു പ്രൊഡക്ഷൻ കൂടെ ഉണ്ടെന്ന്. അതെ അതെ, കേക്ക് ഉണ്ട്. അത് ഞാൻ വീട്ടിലാണ് സ്വന്തമായിട്ട്. അതിപ്പോ ഞാനൊരു 10 വർഷമായി. അതിപ്പോ നമ്മുടെ മാരേജ് ഫംഗ്ഷനും അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടീസിനാണ് കൂടുതലും അല്ലേ. അതെ, അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോളൂ? ഇപ്പൊ ക്രിസ്മസ് സീസണും കൂടി ആണല്ലോ അല്ലെ. ക്രിസ്മസ് സീസണില് നമ്മൾ ഈ ഒരു റെസ്റ്റോറന്റും ഈ കേക്കിന്റെ കാര്യം കൂടി. റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ മെയിൻലി ചേച്ചിയാണ് കാര്യങ്ങൾ ചെയ്യണത് ഇവിടെ, ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ. പിന്നെ വൈകുന്നേരം ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരും 4 മണിയാകുമ്പോ. അതിന് അത്രയും സമയം ഞാൻ വീട്ടിലുണ്ടാവുമല്ലോ, ആ സമയത്ത് ഞാൻ കേക്ക് ഉണ്ടാക്കും. എല്ലാ ടൈപ്പും ക്രീം കേക്ക് ഉണ്ടാക്കും, പ്ലം കേക്ക് ഉണ്ടാക്കും, എല്ലാ ടൈപ്പ് കേക്കും എല്ലാ ഫ്ലേവേഴ്സിന്റെ ഉണ്ടാക്കും. ഇവിടുന്ന് പാർസൽ ഉണ്ട്. കേക്ക് ആണെങ്കിലും ഇപ്പൊ നേരത്തെ കുട്ടി ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഒരു 2 ദിവസം മുന്നേ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ കടയിൽ എത്തിച്ചു കൊടുക്കാം, പിന്നെ അടുത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ അവർ വന്ന് കളക്ട് ചെയ്യും. പിന്നെ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ ഞാൻ കടയിൽ എത്തിച്ച് ഇവിടെ വെക്കും. അപ്പൊ ഇവിടെ വന്ന് അവർ വാങ്ങിച്ചോണ്ട് പോകും. അങ്ങനെയാണ്. ഏതാണ് കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ? പുട്ടും പോട്ടിയാണോ അല്ലെങ്കിൽ പുട്ടും പിന്താലും ആണോ? എന്തൊക്കെയാണ് അതിനെപ്പറ്റി? പുട്ടും സ്റ്റൂ നല്ലൊരു കോമ്പിനേഷന്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അതാണ് ഇഷ്ടം. പിന്നെ ചിലവർക്ക് എന്തായാലും പുട്ടും പോട്ടിയും സ്ഥിരം വന്ന് കഴിക്കണവരുണ്ട്. അവർക്ക് അത് നമുക്ക് പലവർക്കും പല ഒരു ടേസ്റ്റ് ആണ്. കൂടുതലും നമ്മളിവിടെ കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് എന്താണ്? ഇതാണ് പുട്ടും. എനിക്ക് തോന്നുന്നു ഹാഫ് ആണ്. എല്ലാം ടേസ്റ്റ് ചെയ്യണവരും ഉണ്ട്. ഇപ്പൊ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം വാങ്ങിക്കും. ബീഫ് ഫ്രൈ വാങ്ങിക്കും, സ്റ്റൂ വാങ്ങിക്കും, പോട്ടി വാങ്ങിക്കും, എന്താ ഉള്ളത് അതെല്ലാം വാങ്ങിക്കും. ബ്രെഡ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, ചായ ഉണ്ട്, കോഫി ഉണ്ട്, ഐറ്റംസ് ഉണ്ട്. അതുമല്ല അഫോർഡബിൾ റേറ്റും കൂടിയാണ്.
വന്ന് കഴിച്ചിട്ടെങ്കിൽ തൃപ്തിയോടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോ റേറ്റ് ഭയങ്കരമായിട്ട് പക്ഷെ അതനുസരിച്ച് എല്ലാ ക്വാളിറ്റി ഉണ്ടാകാറുണ്ട്. ഇതിപ്പോ നമ്മള് വീട്ടിലുണ്ടാക്കുന്ന അതേ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടുന്നത്. വളരെയധികം സന്തോഷം ജോഫി. ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു സംരംഭം നമ്മള് എന്താ പറയാ ഒറ്റത്തിൽ നിന്ന് ശേഷിയും കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങള് ഈ ഒരു പ്രസ്ഥാനം 2.5 വർഷം കൊണ്ടുപോകണമെങ്കിൽ അത് വളരെ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ? അത് അതിന്റെ കൂടെ തന്നെ കേക്ക് ആണെങ്കിലും നമ്മൾക്ക് സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കേക്ക് ആണെങ്കിലും ന്യൂ ഇയർ കേക്ക് ആണെങ്കിലും അതും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഏതായാലും കൂടുതൽ ബിസിനസ് ഉണ്ടാകട്ടെ, കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.